ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു വിവാഹിതയായി എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് രേണുവിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുമായിട്ട് കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിനിടയിൽ വന്നൊരു ക്യാപ്ഷനാണ് നമ്മളെല്ലാം കുഴപ്പിച്ചത്. അതായത് ശരിക്കും കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ തന്നെയായിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി ഞങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഒരുമിച്ച് വരുന്നുണ്ട്, അപ്പോൾ പറയാമെന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു കല്യാണം വെറും ഉഡായിപ്പായിരുന്നു. അതായത് കാണുന്ന നമ്മളെപ്പോലെയുള്ളവരെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോസായിരുന്നു. അതായത് വേറൊന്നുമല്ല, അതെന്തോ ഫോട്ടോഷൂട്ട് ആയിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരിതിൻ്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ തന്നിട്ടില്ല. അവരിപ്പോഴും അവരുടെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കിടപ്പുണ്ട്. അതിലവർ പറയുന്നത്, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിയിൽ അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാപ്ഷനാണ് നമ്മളെ കൺഫ്യൂഷനിലാക്കിയത്. പക്ഷേ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനുശേഷം അവർ ഒരുമിച്ചുള്ള ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ വന്നേനെ. ഇതങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇതെന്തോ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ ഈ കഴിഞ്ഞിടയിൽ രേണു ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ അങ്ങോട്ട് കയറി കൊത്തിയായിരുന്നു. അതായത് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരാളുമായിട്ട് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇങ്ങോട്ട് രേണു അതുപോലെയുള്ള കുറച്ച് റീൽസ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ റീച്ചുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നെഗറ്റീവിലൂടെ ആണെങ്കിൽ പോലും റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവരോട് വൈരാഗ്യമോ അല്ലെങ്കിൽ ഇവർ റീൽസ് ചെയ്യുന്നതിനോടൊന്നും നമുക്ക് ആർക്കും യാതൊരുവിധ എതിരഭിപ്രായമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതവർ ചെയ്യട്ടെ. ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ജീവിതകാലം മൊത്തം എപ്പോഴും സങ്കടപ്പെട്ട് അത് ഓർത്ത് കരഞ്ഞ് ഒരു മൂലക്കിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. മരിച്ചു പോയവർ പോയി. പിന്നെ എന്താ പറയുക, നമുക്ക് ജീവിതമുണ്ട്, അത് ജീവിക്കണം. മക്കളുണ്ട്, അവർക്ക് വേണ്ടി ജീവിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാണുന്നവരെ ഒരുമാതിരി മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള ചില കോപ്രായങ്ങൾ, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ തന്നെ ഈ രേണു ഒരു കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരു ബ്രൈഡൽ ലുക്കിൽ ഒരു ആളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നും ഇവരുടെ ശരിക്കും ഇവരുടെ കല്യാണം കഴിഞ്ഞതാണെന്നുള്ള രീതിയാണ്. പക്ഷേ ഇവർ അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനും കൂടെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷനാവും. ശരിക്കും കല്യാണം കഴിഞ്ഞോ, എന്നാൽ ഇതിനെക്കുറിച്ച് എന്തോ ഇൻ്റർവ്യൂ ഏതോ ചാനലിൽ വരുമെന്ന് പറഞ്ഞു, ഇതുവരെ ഒട്ടും വന്നിട്ടുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു നെഗറ്റീവിലൂടെ സഞ്ചരിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്? നല്ല രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടൂ. നെഗറ്റീവ് ഉണ്ടാവും എങ്കിൽ പോലും നല്ല രീതിയിൽ ഇടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതുപോലെയൊക്കെ വന്നിട്ട് അതിപ്പോൾ ഒരു ഫോട്ടോഷൂട്ട്, അതായത് ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കൂ, അതിപ്പോൾ അങ്ങനെ ക്യാപ്ഷൻ കൊടുക്കൂ. അല്ലാതെ ഈ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് അതിൻ്റെ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു ക്യാപ്ഷൻ അങ്ങ് കൊടുത്തേക്കുക, ഞങ്ങൾ അങ്ങനെ ഒന്നാവുകയാണ്, അങ്ങനെ ഇങ്ങനെ മണ്ണാങ്കട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പം കാണുന്നവരെ ഒന്ന് കൺഫ്യൂഷനാക്കുക. പിന്നെ അതിങ്ങനെ ഒന്ന് വൈറലാകും. അപ്പോൾ അതൊരു വിവാദമാകും. പിന്നെ അതങ്ങ് റീച്ചാകും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. നമ്മളിവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന ചില പ്രവർത്തികളെ നമുക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഈ ഒരു കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ ഈ ക്യാപ്ഷൻ കൊടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം ഈ രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരുപാട് അങ്ങ് പ്രായമുള്ളവരൊന്നും അല്ല. അവരെ കണ്ടാൽ തന്നെ ഒരുപാട് പ്രായവും തോന്നത്തില്ല. അവർക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട്, അവർക്ക് ജീവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അവരൊരു കല്യാണം കഴിച്ചു എന്ന് ഓർത്ത് അത് അത്ര വലിയ തെറ്റൊന്നുമല്ല. കല്യാണം കഴിക്കണം, അത് നല്ല കാര്യമാണ്. പക്ഷേ ഒരിക്കലും ഇതൊരു ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് ആ ഒരു രീതിയിൽ ക്യാപ്ഷൻ കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് എടുത്ത് വെച്ച് അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് കാണുന്നവരെ ഇങ്ങനെ ഒരുമാതിരി ചോടിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഞങ്ങളെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ, അത് കാണുന്നവരെ ഒന്ന് പൊട്ടന്മാരാക്കുക. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവരുടെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ കല്യാണം കഴിക്കാതിരിക്കുക അത് അവരുടെ ഇഷ്ടമാണ്, വ്യക്തിപരമായ താല്പര്യമാണ്. അത് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനുകൾ ഇടുന്നത്? ഇതിൻ്റെ എന്തോ ഒരു എക്സ്പ്ലനേഷൻ
ഏതോ ചാനലിലൂടെ ഇവർ പറയും എന്നൊക്കെ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടുക, അഭിനയിക്കൂ, അഭിനയം അതുപോലെ ഒരുപാട് ഷോർട്ട് മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം അഭിനയിക്കാൻ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കുക. അതൊരു ജോലിയായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഒരു വരുമാനമാണ്. അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇതുപോലുള്ള ഈ ഫോട്ടോഷൂട്ട് അല്ലെ ഇതുപോലുള്ള ബ്രൈഡൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് അതൊരുമാതിരി കാണുന്നവരെ ഡാഷാക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ, അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യ മാത്രമല്ല, ഇപ്പം എന്താ പറയുക, ഭർത്താവ് മരിച്ചിട്ട് ജീവിക്കുന്ന നമ്മുടെ ലോകത്തെ ആദ്യത്തെ സ്ത്രീയൊന്നുമല്ല ഈ പറയുന്ന രേണു. ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവാം. ഇതിപ്പോൾ കൊല്ലം സുധി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന ഒരാളാണ്. നമ്മുടെ ഫ്ലവേഴ്സിലൂടെ ആ ഒരു പരിപാടിയിലൂടെ വന്നതായതുകൊണ്ട് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ത്രീയെ അറിയുന്നത്. ഇതുപോലെയൊക്കെ ഭർത്താവ് മരിച്ച ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ എന്താണ്, അതിപ്പോൾ ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ് ചെയ്തതെങ്കിൽ അത് അങ്ങനെ കൊടുക്കുക. ഇത് കാണുന്നവരെ ഒരുമാതിരി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷനും എന്നിട്ട് പിന്നെ ഒരുമാതിരി ന്യായീകരണവും, എന്നിട്ട് കുറ്റം മൊത്തം കാണുന്നവർക്കും കമൻ്റ് ഇടുന്നവർക്കും മാത്രം. അവർ ഫുള്ള് ക്ലിയറാണ്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.